എനിക്ക് ഒരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ ഒരു എഞ്ചിനീയർ ആവണം എന്നുള്ള സ്വപ്നവുമായിട്ട് നടക്കുന്നവരാണോ നിങ്ങൾ? ആ സ്വപ്നത്തിന് പിറകെ നടക്കാൻ എന്തൊക്കെ ചെയ്യണം, എങ്ങോട്ടാണ് പോകേണ്ടത് എന്നുള്ള ആശയക്കുഴപ്പത്തിൽ ഇരിക്കുന്നവരാണോ നിങ്ങൾ? ഞങ്ങൾ 10ാം ക്ലാസ്സിലൊക്കെ അല്ലേ അത് പതുക്കെ നോക്കിയാൽ മതി എന്നുള്ള ചിന്തയിൽ മുഴുകിയിരിക്കുന്നവരാണോ നിങ്ങൾ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്കുള്ളതാണ് ഈ വീഡിയോ മുഴുവനായിട്ട് ശ്രദ്ധയോടുകൂടി കാണുക. ഹായ് മക്കളെ, എനിക്കൊരു ഡോക്ടർ ആവണം അല്ലെങ്കിൽ എഞ്ചിനീയർ ആവണം എന്നുള്ള ദൃഢമായൊരു നിശ്ചയം നിങ്ങൾക്കുള്ളിൽ ഉണ്ടെങ്കിൽ ഇപ്പൊ തന്നെ ഈ നിമിഷം മുതൽ തന്നെ ശ്രദ്ധിച്ചു തുടങ്ങുക. എൻ്റെ വാക്കുകളെ ശ്രദ്ധാപൂർവം കേൾക്കുക. 10ാം ക്ലാസ് പഠിക്കുന്ന നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് ഞങ്ങളിപ്പോൾ ഇതിനെപ്പറ്റിയൊക്കെ എന്തിനാണ് കേൾക്കുന്നത് എന്നുള്ളതായിരിക്കും. ഞങ്ങൾക്ക് ഇനി +1 എത്തണം, +1 കഴിഞ്ഞ് +2 എത്തണം, +2 കഴിഞ്ഞിട്ട് ഇതിനെപ്പറ്റി ചിന്തിച്ചാൽ പോരെ എന്നായിരിക്കും പല കുട്ടികളും ഇതിനെപ്പറ്റി ഇപ്പോൾ ചിന്തിക്കുന്നത്. എന്നാൽ ഞാൻ ഒറ്റ വാക്കിൽ അതിനൊരു ഉത്തരം നൽകാണ്, അത് പോരാ. ഇപ്പൊ തന്നെ ചിന്തിച്ചു തുടങ്ങണം. അതിനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട 2 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്തരത്തിലുള്ള ഈ ഒരു ഡോക്ടർ ആവാനും എഞ്ചിനീയർ ആവാനും ഒക്കെ ഒരുപാട് ആളുകൾ എന്ന് പറഞ്ഞാൽ വരും വർഷങ്ങളിൽ ഇതിലേക്ക് ആകർഷിക്കപ്പെടുന്ന കുട്ടികളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കാനുള്ള സാധ്യതയുണ്ട്. ഒന്ന്. രണ്ടാമതായിട്ട് ഈ ടെസ്റ്റുകളുടെ അതായത് ഈ എക്സാമുകളുടെ ആ ഒരു കാഠിന്യം അല്ലെങ്കിൽ നിലവാരം ഒന്നുകൂടി കൂടാനുള്ള സാധ്യതയും ഉണ്ട്. ഈ 2 കാരണങ്ങൾ കൊണ്ട് തന്നെ എത്രയും നേരത്തെ നമുക്ക് ഇത് ക്രാക്ക് ചെയ്യാൻ പരിശീലിക്കാൻ പറ്റുമോ അത്രയും നേരത്തെ ചെയ്യുന്നത് വളരെ നല്ലതാണ്. ഇപ്പം നിങ്ങൾ ചിന്തിക്കുന്നത് സർ +1ലും +2ലും പഠിക്കുമ്പോൾ എങ്ങനെയാണ് ഇതിനൊക്കെ പരിശീലനം ലഭിക്കുക എന്നുള്ളതായിരിക്കും നിങ്ങൾ ചിന്തിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ എഡ്യൂപോർട്ട് അഭിമാന പുരസ്സരം, എഡ്യൂപോർട്ട് ഒരു വഴികാട്ടിയായി നിങ്ങളുടെ മുമ്പിലേക്ക് വെക്കുന്നു. എഡ്യൂപോർട്ടിന്റെ ഇന്റഗ്രേറ്റഡ് സ്കൂളുകൾ +1 +2 പഠനത്തിനോടൊപ്പം തന്നെ നിങ്ങളുടെ സ്വപ്ന തുല്യമായിട്ടുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ സ്വപ്നമായിട്ടുള്ള നിങ്ങളുടെ സ്വപ്നങ്ങളെ സാക്ഷാത്കരിക്കാൻ വേണ്ടിയിട്ടുള്ള എക്സാമുകളായിട്ടുള്ള നീറ്റ് അതേപോലെ തന്നെ JEE എക്സാമുകൾ ക്രാക്ക് ചെയ്യാനുള്ള പരിശീലനം കൂടി ഇതോടുകൂടി നിങ്ങൾ നേടുന്നുണ്ട്. എന്നിട്ട് രാജ്യത്തെ പ്രസ്റ്റീജിയസ് സ്ഥാപനങ്ങളായിട്ടുള്ള എയിംസ്, NIT, IIT തുടങ്ങിയ സ്ഥാപനങ്ങളിലൊക്കെ എന്ത് ചെയ്യാം, നിങ്ങൾക്ക് അഭിമാനത്തോടു കൂടി അഡ്മിഷൻ നേടുകയും ചെയ്യാം. ഇതുമായിട്ട് ബന്ധപ്പെട്ട അതായത് ഇന്റഗ്രേറ്റഡ് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാനും അതേപോലെ തന്നെ അക്കാഡമിക്കലി എന്തൊക്കെയാണ് ചെയ്യുന്നതെന്ന് നിങ്ങളോട് സംസാരിക്കാനും നിങ്ങളുടെ സംശയങ്ങൾ തീർക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ വരുന്ന ശനിയാഴ്ച അതായത് 18ാം തീയതി 8 മണിക്ക് കൃത്യം 8 മണിക്ക് ഒരു വെബിനാർ എഡ്യൂപോർട്ട് സംഘടിപ്പിക്കുന്നുണ്ട്. ഇത് കേൾക്കുന്ന പാരൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരുമിച്ച് നിങ്ങളെ കുട്ടികളെയും കൂട്ടി ആ ഒരു വെബിനാറിൽ പങ്കെടുക്കുക. മറക്കരുത്, ശനിയാഴ്ച അതായത് 18ാം തീയതി കൃത്യം 8 മണിക്ക് നമ്മുടെ വെബിനാർ ഉണ്ട്. അജാ സാറാണ് ആ വെബിനാർ നിങ്ങൾക്ക് വേണ്ടി എടുക്കുന്നത്. വെബിനാറിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ സ്വപ്നത്തിനൊപ്പം തന്നെ ഞങ്ങളുമുണ്ട്. ഗുഡ് ബൈ.